ഹായ് കൂട്ടുകാരെ, ഇന്നും നമ്മളൊരു മെഴുക്ക് പുരട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കറികൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ചും കൂടിയും ഹാർഡായിട്ടുള്ളത് ഉണ്ടാക്കി പഠിപ്പിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് കടുക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2-3 വേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് സവോള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. കുഞ്ഞ് സവോള 2 എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സവോള മതി. സവോള നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് വഴറ്റാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായി വഴറ്റിയെടുക്കാം. മെഴുക്ക് പുരട്ടിയും മോരും അല്ലെങ്കിൽ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ട്. ഇനി നമുക്ക് കുത്തുമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആയാലും പച്ചമുളക് കീറിയതായാലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കുത്തുമുളകാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ പീസാക്കി അരിഞ്ഞതാണ് വഴുതനങ്ങ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോളും. വെള്ളം ഒഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കി വേവിച്ചാൽ മതി. താങ്ക് യു.